ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ അമലുകളും, എൻ്റെ ജീവിതത്തിലെ എൻ്റെ ആയുസ്സുകാലം മുഴുവൻ ചെയ്ത അമാലുകൾ ഞാൻ നിങ്ങൾക്ക് നൽകാം. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വെറും 1/2 മിനിറ്റ് എനിക്ക് നൽകൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, നിങ്ങളുടെ ആയുസ്സിൽ നിന്ന് 1/2 മിനിറ്റ് അല്പസമയം എനിക്ക് നൽകിയാൽ എൻ്റെ എല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു നിർണായക ഘട്ടത്തിൽ ചോദിച്ചോളൂ പറയാമെന്ന് ബഹുമാനപ്പെട്ട ശൈഖുന ഖുത്ബുൽ ആലം സിയം വലിയുല്ലാഹ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ശൈഖുന എങ്ങാനും ഉപ്പാപ്പ എങ്ങാനും ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ ആരാണ് വെറുതെ ഇരിക്കുക? അവിടുത്തോട് അറിഞ്ഞ കൂടെയുള്ള ആളുകൾക്ക് അതിൻ്റെ അവസ്ഥ പറയുമ്പോഴേ അറിയും. ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെറിയൊരു സ്നേഹം ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ശരീരത്തിൽ, ഹൃദയത്തിൽ മഖ്തലത ഹുബ്ബി, റസൂലുള്ളാഹി പറയുന്നു, എന്നോടുള്ള സ്നേഹം, ഒരു ചെറിയ സ്നേഹമെങ്കിലും ഇഖ്തലത്ത എന്നവർ കൂടിക്കലർന്നിട്ടുണ്ട് എങ്കിൽ ആ ശരീരത്തെ അല്ലാഹു തആല നരകത്തിടില്ല. ഇത് റസൂലുള്ളാഹി പറയുമ്പോൾ സ്വഹാബികളെ വല്ലാതെ സന്തോഷിപ്പിച്ച ഒരു ഹദീസാണ്. അല്ലാഹു തആല ആ ഹുബ്ബിൻ്റെ അഹിലുകാരും നമ്മെ പെടുത്തുമാറാവട്ടെ. പാപ്പയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. ഞാനിതുകൊണ്ട് തുടക്കം കുറിക്കുന്നത്, എല്ലാ മഹത്തുക്കളും ഹൃദയത്തിൽ ഇറക്കി വെച്ചത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ഏതൊരു നിർണായക ഘട്ടത്തിലും അവിടുത്തെ സഹായം, അതിലൂടെയാണ് എല്ലാ നിലക്കുള്ള ഉയർച്ചയും ഭാവിയും ഇവിടെയും ആഖിറത്തിലുമെല്ലാം ഉള്ളത്. ഒരിക്കൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു മദീനയുടെ ഒരു മൂലയിലിരുന്ന് കണ്ണീരൊടുക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടു. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ മഹത്തായ മജ്ലിസിൽ ഇപ്പോൾ സഖാഫി ഉസ്താദ് പറഞ്ഞു, ഒരുപാട് സാധുക്കൾ, ഇത് മുറിയാതതിൽ പങ്കെടുക്കുന്നവർ, ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് ജീവിതം ധന്യമായി നടക്കുന്നവർ, ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുടെ മൽജ ആയി ഇവിടെ എന്നോട് സൂചിപ്പിച്ചു. അല്ലാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്തിരുന്ന് കരയുന്നത് കണ്ടത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. ആ സമയം എന്തായിരിക്കും ഇത്രമാത്രം സിദ്ദീഖ് തങ്ങൾ കരയുന്നത്? ഒരു പ്രാവശ്യം അവിടുത്തെ കണ്ണീരൊടുക്കുന്നതൊക്കെ മഹത്തുക്കൾ വിവരിക്കുന്നത് കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരിക്കൽ ചോദിച്ചു, എന്തിനാണ് അങ്ങ് ഇത്രത്തോളം കരയുന്നത്? മഹാനവറുകൾ പറഞ്ഞു, എൻ്റെ പൊന്നുമോൾ ആയിഷ ബീവിയെക്കുറിച്ചാണ് പറയുന്നത്. മോളോട് ഞാൻ ചോദിച്ചു, എൻ്റെ ജീവിതകാലം മുഴുവനും അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ കൂടെ നടന്നു. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, സൗറുമല പോലെയുള്ള സ്ഥലങ്ങളെല്ലാം കൂട്ടിന് കൊണ്ടുപോയതും സിദ്ദീഖ് തങ്ങളെയാണ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഞാൻ എൻ്റെ മോളോട് ചോദിച്ചു, എനിക്കവിടുത്തെ കാറിൻ്റെ ചുവട്ടിലൊന്ന് കിടക്കണം, ആഗ്രഹമുണ്ട്. അപ്പം മോൾ എന്നോട് പറഞ്ഞത് ഉപ്പയുടെ ആഗ്രഹം തന്നെയാണ് എൻ്റെയും ആഗ്രഹം. എൻ്റെ മോൾ ആയിഷ സമ്മതം നൽകിയപ്പോൾ അൽഹംദുലില്ലാഹ് ഞാൻ ആ കാറിൻ്റെ ചുവട്ടിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാറിൻ്റെ ചുവട്ടിൽ കിടക്കുമെന്നൊരാശ. പക്ഷേ അറിയാതെ കരഞ്ഞുപോയത്, ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകാൻ എൻ്റെ കൈവശം എന്താണുള്ളത്? റസൂലുള്ളാഹിൻ്റെ ചാരത്ത് ആ കാലിൻ ചുവട്ടിൽ പോയി കിടക്കാൻ അവസരം കിട്ടിയാൽ എനിക്കെന്താണ് പോയി സമർപ്പിക്കാൻ എൻ്റെ കയ്യിലുള്ളത്? അതോർക്കുമ്പോൾ അറിയാതെ കരച്ചിൽ വരികയാണ്, വല്ലാത്ത കരച്ചിൽ വരികയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ അമലുകളും, എൻ്റെ ജീവിതത്തിലെ എൻ്റെ ആയുസ്സുകാലം മുഴുവൻ ചെയ്ത അമാലുകൾ ഞാൻ നിങ്ങൾക്ക് നൽകാം. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വെറും 1/2 മിനിറ്റ് എനിക്ക് നൽകും.
നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, നിങ്ങളുടെ ആയുസ്സിൽ നിന്ന് അര മിനിറ്റ് അല്പസമയം എനിക്ക് നൽകിയാൽ എൻ്റെ എല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാം. ആ കണ്ണീരൊടുക്കുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരു ഘട്ടം തഹയ്യുറായിപ്പോയി. എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ചെറിയൊരു സമയം അതേതായിരിക്കും ഉമറേ? എൻ്റെ ആ ജീവിതത്തിലെ ആ സമയം ഏതായിരുന്നു, ഏതാണ്? ഇത് ചോദിക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മനസ്സ് തുറക്കുകയാണ്. അവരുടെ ഇഷ്കിന്റെ ഭാഗമാണല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മനസ്സ് തുറന്ന് പറഞ്ഞു, സിദ്ദീഖേ, എല്ലാ സ്ഥലത്തും നിങ്ങളെ കൂട്ടിന് കൊണ്ടുപോയത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിങ്ങളെയായിരുന്നു. നിങ്ങളെയാണ് റസൂലുള്ളാഹി കൊണ്ടുപോയിരുന്നത്. വലിയൊരു ഭാഗ്യത്തിൻ്റെ ഉടമയാണ് നിങ്ങൾ. ഒരു സമയം നിങ്ങളുടെ മടിയിൽ റസൂലുള്ളാഹി കിടന്ന ഒരു ഘട്ടമില്ലേ? ആ സമയത്ത് പല പൊത്തുകളും നിങ്ങൾ അടച്ചത്. അവസാനം നിങ്ങളുടെ കാലുകൊണ്ടൊരു പൊത്തടച്ചു. നബിത്തങ്ങൾക്കൊന്നും സംഭവിച്ചു പോകരുത്. നിങ്ങളുടെ കാലിൽ അല്ലെങ്കിൽ കയ്യിലൊരു വിഷമുള്ള പാമ്പ് വന്ന് കുത്തിയില്ലേ? വേദന സഹിച്ചു നിങ്ങൾ അനങ്ങാൻ അഥവാ ശരീരം അനക്കിപ്പോയാൽ റസൂലുള്ളാഹി ഉണരുമോ? നിങ്ങൾ അവിടുന്ന് ഹിമ്മത്തോടെ സഹിച്ചങ്ങനെ നിന്നു. അറിയാതെ വേദന സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ നിങ്ങൾ അല്പം കരഞ്ഞുപോയില്ലേ? ആ കണ്ണുനീരിൽ നിന്ന് ഒരിറ്റു വെള്ളം റസൂലുള്ളാഹിയുടെ മുഖത്തേക്ക് തെറിച്ചല്ലോ. അപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണു തുറന്നു. നിങ്ങളോട് പറഞ്ഞില്ല സിദ്ദീഖേ, എന്തിനാണ് കരയുന്നത്? യാ റസൂലല്ലാഹ്, എൻ്റെ അവിടുന്ന് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയം നിങ്ങളല്ലേ മുത്തുനബി തങ്ങളോട് പറഞ്ഞത് എൻ്റെ കാലിൽ ഒരു പാമ്പ് കടിക്കുന്നുണ്ട്, വേദന കാരണം ഞാൻ കണ്ണീരൊടുക്കിയത്, എന്നെ കുത്തിയിട്ട് ഞാനങ്ങ് മരിച്ചാലും അവിടത്തേക്കൊരു മുള്ളു തറക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയൂല എന്ന് നിങ്ങൾ പറഞ്ഞത് റസൂലുള്ളാഹി നിങ്ങളുടെ മടിയിൽ കിടക്കുമ്പോഴല്ലേ? നിങ്ങളുടെ മുഖത്തേക്ക് റസൂലുള്ളാഹി നോക്കി, നിങ്ങൾ അവിടുത്തെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ രണ്ട് മുഖം, നിങ്ങളുടെ മുഖവും അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ മുഖവും എത്രമാത്രം അടുത്തായിരുന്നു. നിങ്ങളുടെ മടിയിൽ കിടന്നിട്ട് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നിങ്ങൾ അങ്ങോട്ടും നോക്കിയില്ലേ? ആ ഷറഫാക്കപ്പെട്ട മുഖത്തോട് നോക്കിയിട്ട് നിങ്ങൾ സംസാരിച്ച ആ സമയത്ത് നിന്ന് ഒരു ചെറിയ നിമിഷം എനിക്ക് നൽകുമോ? എൻ്റെ എല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാം. സുബ്ഹാനല്ലാഹ്, എന്താണ് ആ വാക്ക്? ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഘട്ടത്തിൽ ചോദിച്ചു. ഏറ്റവും ഇഷ്ടപ്പെട്ട പല സ്വഹാബികളോടും ചോദിച്ച ഞാൻ ഇപ്പോൾ അത് വിവരിക്കാൻ പറ്റിയ സാഹചര്യമല്ല, ഒരു പൊരുത്തത്തിന് വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അവിടുന്ന് പറഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ട 2-3 ഘട്ടം. സിദ്ദീഖ് തങ്ങൾ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു നിർണായക ഘട്ടത്തിൽ ചോദിച്ചോളൂ പറയാമെന്ന് ബഹുമാനപ്പെട്ട ശൈഖുന ഖുത്ബുൽ ആലം സിയം വലിയുല്ലാഹ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ശൈഖുന എങ്ങാനും ഉപ്പാപ്പ എങ്ങാനും ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ ആരാണ് വെറുതെ ഇരിക്കുക? അവിടുത്തോട് അറിഞ്ഞ കൂടെയുള്ള ആളുകൾക്ക് അതിൻ്റെ അവസ്ഥ പറയുമ്പോഴേ അറിയും. എന്ന് റസൂലുള്ളാഹി സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുന്നു ഇഷ്ടമുള്ളത് പറയാൻ. ഉടനെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞത് അന്നളുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്, എൻ്റെ ആയുസ്സുകാലം മുഴുവനും ആ മുഖത്തേക്ക് അങ്ങനെ നോക്കാനുള്ള ഭാഗ്യം കിട്ടണം. ഏറ്റവും ഒരു സന്തോഷമുള്ള ഘട്ടത്തിൽ ചോദിച്ചോട് സിദ്ദീഖേ എന്ന് പറഞ്ഞപ്പോൾ വേറെ ഒന്നും സിദ്ദീഖ് തങ്ങൾക്ക് ചോദിക്കാനില്ല. അന്നളുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്. രണ്ടാമത്തത് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞതും ആവശ്യപ്പെട്ടതും വൽ ജുലൂസു ബൈന യദൈക യാ ഹബീബല്ലാഹ്, അവിടുത്തെ ചാരത്ത് ഇവിടത്തിനും ആഖിറത്തിലും അങ്ങനെ പരിസരത്തിരിക്കാൻ കഴിയണം. മൂന്നാമത്തെ താല്പര്യം എന്താണെന്ന് ചോദിച്ചപ്പോ വ ഇൻഫാഖു മാലി അലൈക യാ ഹബീബല്ലാഹ്, വ ഇൻഫാഖു മാലി അലൈക യാ ഹബീബല്ലാഹ്, അല്ലാഹു തആല എനിക്ക് വല്ലതും നൽകിയിട്ടുണ്ടെങ്കിൽ
അതൊക്കെ അവിടുത്തെ മഹബത്ത് ലഭിക്കാൻ വേണ്ടി ചെലവഴിക്കാനും കഴിയണം. സ്വഹാബികളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞ വാക്കുകളായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വിവരിച്ചതെങ്കിൽ അത് നമ്മെ പഠിപ്പിക്കുന്നത് ഏത് വലിയ ഉയർച്ചയിലും വിജയത്തിലേക്കും എത്തണോ, തമസ്സക് ബിൻ നബിയ്യി വകുല്ലു സഅബിൻ, റസൂലുള്ളാഹിനെ പിടിക്കാൻ കഴിയണം. വകുല്ലു സഅബിൻ, എന്ത് പ്രശ്നമുണ്ടോ യഹൂനു ഇദാ തമസ്സക ബിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയത്തിൽ ഇറക്കി വെക്കുന്ന ഒരാളെ അല്ലാഹു തആല കൊടുക്കുകയില്ല. ഇത് മഹബത്ത് എന്നുള്ളത് അവിടുത്തെ ജീവിതം ശരിക്ക് പകർത്താൻ കഴിയുക എന്നുള്ളത്, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഓരോ വാക്കുകളും സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് പകർത്താൻ കഴിയുക എന്നുള്ളത് അത് വലിയൊരു തൗഫീഖാണ്.